everyone, I'm Feba. Welcome to my YouTube channel. ഇന്ന് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോകുന്ന കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഈ വ്ലോഗിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. പിന്നെ എൻ്റെ കൂടെയുള്ളത് മമ്മിയും ടോമിയാണ്. ടോമി എന്ന് പറഞ്ഞാൽ എൻ്റെ പെറ്റാണ് കേട്ടോ. ഞങ്ങൾ എവിടെയെങ്കിലും പോവാന്നേൽ ആദ്യം മുന്നിൽ നിൽക്കുന്ന ഇവനായിരിക്കും. ഇവനെ കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ തിരിച്ച് വരുമ്പോൾ അവൻ്റെ പരാതികൾ മുഴുവൻ നമ്മൾ കേൾക്കേണ്ടി വരും. പെറ്റുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ. അങ്ങനത്തെ ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തു. ഫ്രൈഡ് റൈസും ചിക്കനും. അങ്ങനെ എണ്ണ ഒഴിച്ചു, കടുകിട്ടു, വെളുത്തുള്ളിയും ഇഞ്ചിയും സവോളയും ഒക്കെ ഇട്ടു. പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റി. മമ്മിയുടെ നിന്ന് വഴറ്റുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുക. പുറത്താണെങ്കിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലൊക്കെ ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ചേർക്കാം. മുളക് പൊടി ആവശ്യം ചേർത്താൽ മതി. എന്ന് വെച്ചാൽ ചിലവർക്കൊക്കെ മുളക് കൂട്ടുന്നവരൊക്കെ കാണും. ചിലർക്ക് ഒത്തിരി താല്പര്യമില്ലായിരിക്കും മുളക് കൂട്ടാൻ. അപ്പോൾ അതിന് ഓരോരുത്തരുടെ ആവശ്യാനുസരണം മുളക് പൊടി ചേർക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഒക്കെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കണം. പിന്നെ തക്കാളി പേസ്റ്റ് വേണം. തക്കാളി പേസ്റ്റും വേണം കേട്ടോ. തക്കാളി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് ഇളക്കിയ ശേഷം ചിക്കൻ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് വേണ്ടുന്നത് ചിക്കൻ മസാലയാണല്ലോ. അപ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ മസാല ഇടാം. അങ്ങനെ നമ്മൾ ചിക്കൻ മസാലയൊക്കെ ഇട്ടു. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി ഈ ഇട്ട മസാലയൊക്കെ ചെറുതായിട്ടൊന്ന് മൂക്കുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തക്കാളി പേസ്റ്റും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ ഇടാം. ഇതാണ് കേട്ടോ എൻ്റെ മമ്മി. പിന്നെ ഇത് കുഞ്ഞാറ്റ എന്ന് പറയുമ്പോൾ എൻ്റെ ചേച്ചിയുടെ നാത്തൂനാണ് കേട്ടോ കുഞ്ഞാറ്റ. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തണ പോലെ അവൾ നല്ല രീതിയിൽ ഇളക്കുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് ഇപ്പുറത്ത് ഞങ്ങൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള അരി അളന്ന് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. എടുക്കുന്നതിൻ്റെ ചേച്ചി കേട്ടോ. ഇതാണ് എൻ്റെ ചേച്ചി മുത്ത്. അങ്ങനെ ഞങ്ങൾ അരിയൊക്കെ അളന്നെടുത്ത് കഴുകാനൊക്കെ വെച്ചു. അവൾ കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. അവൾ കഴുകുന്ന സമയത്ത് അപ്പുറത്ത് അവർ രണ്ടുപേരും കൂടി ഇരുന്ന് ചിക്കൻ രണ്ടുപേരും കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേ സമയത്ത് ഇവിടെ വേറൊരാൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താവാത്തേ എന്നോർത്ത് എല്ലാവരെയും നടുക്ക് നിൽക്കത്തുള്ളൂ. അങ്ങനെ അരിയൊക്കെ കഴുകി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വെച്ചു. ആ സമയത്ത് ഇവർ രണ്ടുപേരും കൂടെയാണ് ചിക്കൻ ഉണ്ടാക്കിയത്. ചിക്കനൊക്കെ നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം അടച്ച് വേവാൻ വേണ്ടി വെച്ചു. അപ്പം ഇത് വേവാൻ വെച്ചിട്ട് ആ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ അപ്പുറത്ത് പോയിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. മഴയൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് എൻ്റെ ചേച്ചി കേട്ടോ, അവൾ തുറന്ന് നോക്കി ഒന്നും കൂടെ ഇളക്കിയെടുത്ത് വെച്ചു. പിന്നെ നമ്മൾ റൈസ് ഉണ്ടാക്കാനുള്ളത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ അതിൻ്റെ കാര്യം നോക്കി. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരാൾ ഇത് കാണുമ്പോൾ എനിക്ക് രാവിലെ മുതൽ ഉച്ചവരെ ഞാൻ വെറുതെ ഇരിക്കായിരുന്നു. ഇന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ. ഇങ്ങനെ ചില സിനിമ ഡയലോഗൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ കറിയൊക്കെ റെഡിയായി. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ടൊരു പാത്രം എടുക്കുക. അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഞങ്ങൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത്. അങ്ങനെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, സവോള ഒക്കെ ഇട്ട് നല്ല രീതിയിൽ വഴറ്റി അതിൻ്റെ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു. ഉപ്പിട്ടു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി. ഉപ്പ് കറക്റ്റാണോ നോക്കണം കേട്ടോ. ഉപ്പ് കറക്റ്റായി നോക്കിയ ശേഷം നമ്മുടെ ഈ വെള്ളം തിളയ്ക്കത്തില്ലേ, ഈ വെള്ളം തിളച്ചതിന് ശേഷം വേണം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന റൈസ് എടുത്ത് ഇതിലേക്ക് ഇടാൻ. അങ്ങനെ നമ്മൾ വെള്ളം തിളച്ചു. നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന റൈസ് മുഴുവൻ ഇതിലേക്ക് ഇട്ടു. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി അടച്ച് വെക്കണം. ഒരു 5-10 മിനിറ്റ് മതി നമ്മൾ റൈസ് വേവാൻ. അങ്ങനെ റൈസ് വെന്തു. എന്നിട്ട് റൈസ് വെന്തു. നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമ്മൾ പപ്പടം വറുക്കാൻ പോകാം കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള പപ്പടമൊക്കെ വറുത്തു ഒരു ടിന്നിലേക്ക് ആക്കി. ഇനി നമുക്ക് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി സവോളയൊക്കെ അരിയാം. അങ്ങനെ ഞങ്ങൾ സവോളയൊക്കെ അരിഞ്ഞു. സവോള, പച്ചമുളക്,
കുക്കുംബർ, ഉപ്പ് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തു. അതിനുശേഷം അതിനാവശ്യത്തിനുള്ള തൈരൊഴിക്കുക. അങ്ങനെ ആവശ്യത്തിനുള്ള തൈരൊക്കെ ഒഴിച്ചു നല്ല രീതി ഇളക്കി അത് മുഴുവൻ സെറ്റാക്കി കേട്ടോ. നല്ലവണ്ണം ഇളക്കി ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം. അങ്ങനെ അവൾ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കി. അതിൻ്റെ എക്സ്പ്രഷനാണ് കേട്ടോ ഇത്, ഉപ്പ് കറക്റ്റാണോ നോക്കിയതിൻ്റെ എക്സ്പ്രഷൻ. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡിയായി. അത് നമ്മളിങ്ങനെ കഴിക്കായിരിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അതിനകത്ത് വെജിറ്റബിൾസ് ഒന്നും ഇട്ടില്ല എന്ന്. പക്ഷേ വെജിറ്റബിൾസ് ഇട്ടില്ലെങ്കിലും ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാര്യമായിട്ട് പറഞ്ഞാൽ നല്ല യമ്മിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. സൈക്കിക് വൈബ്രേഷൻ്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. വേദനയോടെ ഞാൻ മനസ്സിലാക്കി ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എൻ്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന്. അങ്ങനെ ട്യൂമരോടത്തി കുറച്ച് നേരം കളിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ സിറ്റൗട്ടിൽ പോയിരുന്നു. പിന്നെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.